മാത്സ് അറ്റ് 360 ഡിഗ്രി വിത്ത് സോണിയ. മോഡൽ എക്സാം എല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഒരു ക്ഷീണം മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് അല്ലേ? അപ്പം ആ ഒരു ക്ഷീണം മാറാതെ തന്നെ ഇച്ചിരിയും കൂടി ഉഷാറായിട്ട് പഠിക്കണം നമുക്ക്. കാരണം ആ ഒരു ക്ഷീണം മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പഠിക്കണം എന്നൊരു തോന്നല് നിങ്ങൾക്ക് വിട്ടുപോകും. അതുകൊണ്ട് ആ ഒരു ക്ഷീണം മാറാതെ തന്നെ നിങ്ങൾ പബ്ലിക് എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങണം. ഇനി അധികം ദിവസങ്ങളില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മാർച്ച് 30-നാണ് +2 പബ്ലിക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളാണ് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞു പോയ ദിവസങ്ങളിൽ നിങ്ങൾ എന്തൊക്കെ പഠിച്ചു, എങ്ങനെയൊക്കെ പഠിച്ചു എന്നതിലല്ല, ഇനിയുള്ള ദിവസങ്ങളിൽ പബ്ലിക് എക്സാമിന് തൊട്ടു മുന്നേ വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു എന്നത് വെച്ചിട്ടാണ് നിങ്ങളുടെ +2 എക്സാമിൻ്റെ മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലേ? അപ്പം ഇനിയുള്ള ദിവസങ്ങൾ കുറച്ചും കൂടി ഉഷാറായിട്ട് കുറച്ചും കൂടെ കോൺഫിഡൻസിൽ എങ്ങനെ പഠിക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാൻ പറഞ്ഞു മാർച്ച് 30-നാണ് +2 പബ്ലിക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ തന്നെ സയൻസ്, ബയോളജി സയൻസുകാർക്ക് സയൻസ് സ്ട്രീമുകാർക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 1-നാണ്. അപ്പം ഇന്ന് ഞാനിപ്പോൾ വീഡിയോ ഇടുന്ന ദിവസം മാർച്ച് 22, നാളെ 23-ാം തീയതി തൊട്ടിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരു ഭാഗം പോലെ സ്കിപ്പ് ചെയ്യാണ്ട് ഈ ഒരു വീഡിയോ കണ്ട് ഈ ഒരു സ്റ്റഡി പ്ലാൻ കേട്ട് മനസ്സിലാക്കിയതിൻ്റെ ആ ഉഷാറിൽ തന്നെ നിങ്ങൾ അങ്ങ് പഠിച്ചു തുടങ്ങിക്കോ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. ഓരോരുത്തരും ചിന്തിക്കുക, എനിക്ക് വേണ്ടിയാണ് ഞാൻ പഠിക്കുന്നത്, വേറെ ഒരാൾക്കും വേണ്ടിയല്ല, എനിക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ പഠിക്കുന്നത് എന്ന് ഓർക്കുക കേട്ടോ. എനിക്കും എൻ്റെ ഫാമിലിക്കും. കാരണം ഞാൻ പഠിച്ച് മാർക്ക് മേടിച്ച് നല്ല ജോലി മേടിച്ചാൽ മാത്രമേ എൻ്റെ ഫാമിലീനെ സഹായിക്കാൻ എനിക്ക് പറ്റത്തുള്ളൂ. എൻ്റെ ഫാമിലീനെ സഹായിക്കുന്നത് ഞാനാണ്. ആ ഒരു ചിന്തയിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോകണം കേട്ടോ. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഞാൻ ഈ ഒരു സ്റ്റഡി പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന്. സോ മാർച്ച് 23 മുതൽ മാർച്ച് 31 വരെ 9 ദിവസമാണ് സയൻസ് ബാച്ചിലെ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ദിവസങ്ങൾ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇനി ഓരോ ദിവസം നിങ്ങൾ ടൈം ടേബിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ എക്സാമിൻ്റെയും ഇടയ്ക്ക് ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പം ആ ഒരു ഗ്യാപ്പിൽ നിങ്ങൾ റിവിഷൻ മാത്രം ചെയ്യാൻ കണക്കിന് നിങ്ങൾ എന്താക്കി എടുക്കണം, ഈ ഒരു 9 ദിവസത്തിൽ നിങ്ങൾ നിങ്ങളുടെ സബ്ജക്റ്റുകൾ പഠിച്ച് അതുപോലെ നന്നായിട്ട് പഠിച്ച് വെച്ചിരിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ടൈം ടേബിൾ നോക്കുകയാണെങ്കിൽ, ഞാൻ പബ്ലിക് എക്സാമിൻ്റെ ടൈം ടേബിളാണ് ഈ ഒരു സൈഡിൽ എഴുതിയിട്ടിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഏപ്രിൽ 26-നാണ് ഫിസിക്സ് വരുന്നത്. ഫിസിക്സ് ആണ് ഏറ്റവും ലാസ്റ്റുള്ള എക്സാം. കാരണം ആദ്യം ഫിസിക്സ് ഇടയ്ക്കായിരുന്നു എക്സാം ഉണ്ടായിരുന്നത്, അത് മാറ്റിവെച്ചു. കഴിഞ്ഞ ദിവസം ഒഫീഷ്യൽ സർക്കുലർ വന്നിട്ടുണ്ടായിരുന്നു, ഇംഗ്ലീഷും ഫിസിക്സും മാറ്റി വെച്ചിട്ടുണ്ട്. ആ മാറ്റി വെച്ചത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷും ഫിസിക്സും പഠിക്കാനായിട്ട് നല്ല ദിവസങ്ങൾ, കുറേ അധികം ദിവസങ്ങൾ കിട്ടുന്നുണ്ട്. കാരണം നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏപ്രിൽ 1-ന് കെമിസ്ട്രി ഉണ്ട്, അത് കഴിഞ്ഞ് ഏപ്രിൽ 5-നാണ് മാത്സ്. മീൻസ് കെമിസ്ട്രിക്കും മാത്സിനും ഇടയ്ക്ക് 3 ദിവസങ്ങളുണ്ട്. മീൻസ് കെമിസ്ട്രീൻ്റെ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പബ്ലിക് എക്സാം കെമിസ്ട്രിയുടെ കഴിഞ്ഞാൽ നിങ്ങൾ കെമിസ്ട്രീൻ്റെ പിന്നെ ആലോചിക്കേണ്ട, പിന്നെ എന്ത് ചെയ്യുക, മാത്സ് പഠിക്കണം. മാത്സ് പഠിക്കാൻ അവിടെ 3 ദിവസങ്ങളുണ്ട് നിങ്ങൾക്ക്. അത് കഴിഞ്ഞ് മാത്സ് കഴിഞ്ഞ് പാർട്ട് 2 ഹിന്ദി, മലയാളം, ഫ്രഞ്ച് അങ്ങനെയുള്ള ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജിൻ്റെ എക്സാം പഠിക്കാൻ 1 ദിവസമാണുള്ളത്. ആ 1 ദിവസം മതി ആ സെക്കൻഡ് ലാംഗ്വേജ് പഠിച്ചു തീർക്കാനല്ല, അതിന് മുന്നേ നിങ്ങളൊന്ന് ജസ്റ്റ് എന്തൊക്കെയാണ് ഇപ്പം തന്നെ നിങ്ങൾ മോഡൽ എക്സാമിന് പഠിച്ചു കഴിഞ്ഞപ്പം ഒരു ചെറിയ ഐഡിയെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് സെക്കൻഡ് ലാംഗ്വേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബയോളജി ഉണ്ട്. ബയോളജി പഠിക്കാൻ നിങ്ങൾക്ക് ഏപ്രിൽ 7-ന് സെക്കൻഡ് ലാംഗ്വേജ് കഴിഞ്ഞ് ഏപ്രിൽ 13-നാണ് ബയോളജി. അപ്പോൾ ബയോളജി പഠിക്കാനും നിങ്ങൾക്ക് അവിടെ 5 ദിവസമുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഉള്ളത് നോക്കിയേ, ഏപ്രിൽ 13 കഴിഞ്ഞ് ഏപ്രിൽ 23-നാണ് ഇംഗ്ലീഷ് വരുന്നത്. അതിന് 9 ദിവസങ്ങളുണ്ട്. അത് കഴിഞ്ഞ് 23-ാം തീയതി കഴിഞ്ഞ് 26-ന് ഫിസിക്സ്, അവിടെ 2 ദിവസം. അപ്പോൾ ടോട്ടൽ ഇംഗ്ലീഷ് പഠിക്കാൻ 9 ദിവസവും, ഇംഗ്ലീഷ് പഠിക്കുന്ന 9 ദിവസമൊന്നും ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് വേണ്ട അല്ലേ? അപ്പം നമുക്ക് ആ 9 ദിവസത്തിൽ ഫിസിക്സും കയറ്റാം പഠിക്കാനായിട്ട്. അപ്പം നിങ്ങൾ ഈ ഒരു എക്സാം ടൈം ടേബിൾ തന്നെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പം ആ ഒരു സമയം വിചാരിച്ചുകൊണ്ടിരിക്കാണ്ട് ഈ ഒരു 9 ദിവസവും നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ തന്നെ നിങ്ങൾ പഠിച്ചിരിക്കണം. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ കഴിഞ്ഞു പോയ ദിവസങ്ങളിൽ എങ്ങനെ പഠിച്ചു എന്നുള്ളതല്ല, ഇനി നിങ്ങൾ പഠിക്കുന്നത് എങ്ങനെയാണ് അത് വെച്ചിട്ടാണ് നിങ്ങളുടെ +2 മാത്സ് +2 മാർക്കുകൾ ഡിസൈഡ് ആവുന്നത്. അപ്പോൾ ഇവിടെ
കാരണം ഇത്രയും നാളും നന്നായിട്ട് പഠിച്ച് ഇനിയുള്ള ദിവസങ്ങൾ ഉഴപ്പി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സാം ആകുമ്പോൾ എന്തെങ്കിലും ഓർമ്മ വരുമോ? ഇല്ല. മോഡൽ എക്സാമിനും ഇന്റേണലിനും ഒന്നുമല്ല നമ്മൾ മാർക്ക് മേടിക്കേണ്ടത്, പബ്ലിക് എക്സാമിനാണ്. സോ അത് വിചാരിച്ച് തന്നെ നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഇവിടെ ഞാനൊരു കാര്യം പ്ലാൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളുടെ കയ്യിൽ 9 ദിവസമുണ്ട് അല്ലേ? ആ 9 ദിവസത്തിൽ ആദ്യത്തെ 2 ദിവസം, 9 ദിവസങ്ങളിൽ ആദ്യത്തെ 2 ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക? ഫിസിക്സ് പഠിക്കുക. ആദ്യത്തെ 2 ദിവസം ഫിസിക്സ് പഠിക്കുക. ഫിസിക്സ് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കയ്യിൽ ഷോർട്ട് നോട്ട് ഉണ്ടെങ്കിൽ ഷോർട്ട് നോട്ട് എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കുക. ഷോർട്ട് നോട്ട് ഇല്ലെങ്കിൽ ഓരോ പാഠത്തിൻ്റെ ഷോർട്ട് നോട്ട്, മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസേഴ്സ്, മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, അതിൻ്റെ ആൻസേഴ്സ് നല്ല ക്ലിയർ ആയിട്ട് പഠിക്കുക കേട്ടോ. ഈ 2 ദിവസം നിങ്ങൾ ഫിസിക്സ് ചെയ്യുക. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഫിസിക്സ് തൊടേണ്ടത് എക്സാമിൻ്റെ ടൈമിലാണ്. അപ്പം അതിനു മുന്നേ ഈ കെമിസ്ട്രി മാത്സും എല്ലാം നമുക്ക് പഠിക്കണം. അപ്പോൾ അതെല്ലാം പഠിക്കുമ്പോൾ ഫിസിക്സ് വിട്ടു പോവാതിരിക്കാനാണ്. കാരണം ഈ ഒരു 9 ദിവസവും നമ്മൾ ഒരു ദിവസം പോലും ഫിസിക്സ് പഠിച്ച് വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ആ ഒരു സബ്ജക്റ്റുമായിട്ടുള്ള ബന്ധം പോകും. മീൻസ് അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എല്ലാം മറന്നു പോകും. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യത്തെ 2 ദിവസം ഫിസിക്സ് പഠിക്കുക. ഫിസിക്സിലുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എല്ലാ പാഠവും ഒന്ന് കവർ ചെയ്യുക. എല്ലാം ഒരുപോലെ അരച്ച് കലക്കി കുടിക്കാനല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോ പാഠത്തിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് പഠിച്ചതും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള, മോഡൽ എക്സാമിന് ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ടാവും, ആ പഠിച്ചു വെച്ചത് ഒന്നും കൂടെ നിങ്ങൾ റിവൈസ് ചെയ്യുക. കാരണം എത്ര നമ്മൾ പഠിച്ചു കഴിഞ്ഞാലും ഒരു 2 ദിവസം നമ്മൾ നോക്കിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു ദിവസം പോട്ടെ, ഒരു ദിവസം നോക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് മറന്നു പോകുന്ന അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ 2 ദിവസം നിങ്ങൾ ഫിസിക്സ് തന്നെ എടുത്ത് നോക്കുക. ഫിസിക്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്, മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ മസ്റ്റായിട്ട് നോക്കുക കേട്ടോ. ആ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിലും പഠിച്ചാൽ മതി. ആ മുഴുവൻ ക്വസ്റ്റ്യൻസ് തന്നെ പഠിക്കുമ്പോൾ തന്നെ ആ മുഴുവൻ ചാപ്റ്റേഴ്സ് നിങ്ങൾ കവർ ചെയ്യും. സോ അത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. 2 ദിവസം ഫിസിക്സ്. ഇനി ബാക്കി 7 ദിവസമുള്ള, ബാക്കി 7 ദിവസമുണ്ട്. ആ 7 ദിവസം നന്നായിട്ട് നല്ല സമയം എടുത്ത് വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നിങ്ങൾക്ക് അറിയാം, നല്ല ചൂട് കാലാവസ്ഥയാണ്. അതുകൊണ്ട് ഉച്ചയ്ക്കൊക്കെ ഇരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് ഭൂരിഭാഗം കുട്ടികൾക്കും ഭയങ്കര ഒരു കഷ്ടപ്പാടിൻ്റെ കാര്യമായിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു ചൂടത്തിരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ആണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇച്ചിരി ഒന്ന് നേരത്തെ, രാവിലെ നേരത്തെ ഒന്ന് എഴുന്നേക്കാനായിട്ട് ശ്രമിക്കുക. രാവിലെ നേരത്തെ എഴുന്നേറ്റ് ആ ഒരു വെളുപ്പാങ്കാല സമയം ഇച്ചിരി നല്ല കോൺസെൻട്രേഷൻ കിട്ടുന്ന സമയമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇരുന്ന് പഠിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. പിന്നെ ഒരു കാര്യം, ഈ ഒരു പഠിക്കണം എന്നൊരു ചിന്തയിൽ നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ ശ്രദ്ധിക്കാതെ പോവരുത്. നന്നായിട്ട് ഉറങ്ങണം, നന്നായിട്ട് ഫുഡ് കഴിക്കണം, സമയാസമയങ്ങളിൽ ഫുഡ് കഴിക്കണം. ഇനി അതേപോലെ തന്നെ ഞാനൊക്കെ ചെറുപ്പത്തിൽ പഠിക്കുന്ന സമയത്ത്, ചെറുപ്പത്തിലല്ല ഇപ്പോഴും പഠിക്കുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്? ചെറിയ ചെറിയ സ്നാക്സ് മേടിച്ചു വെക്കും. മീൻസ് പഠിക്കുന്നതിൻ്റെ സമയത്ത് ബോറടിക്കുമ്പോൾ എടുത്ത് കഴിക്കും. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ കഴിക്കുകയും ചെയ്യും, നമ്മൾ പഠിക്കുകയും ചെയ്യും. പക്ഷേ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മാത്രം കഴിക്കുക കേട്ടോ. കഴിക്കൽ മാത്രമായി പോവരുത്. അപ്പം നിങ്ങൾ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നോക്കുക. അതുപോലെ തന്നെ ഇനിയുള്ള എക്സാം കഴിയുന്ന വരെ ഉള്ള ദിവസങ്ങളിൽ ബാക്കി എന്താ പറയുക, ഔട്ട്സൈഡ് പ്രോഗ്രാംസിന് അങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം മാക്സിമം ഒഴിവാക്കുക. ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് മാത്രം നിങ്ങൾ പോവുക. അല്ലാത്തത് നിങ്ങൾ ഫങ്ഷൻസ് അങ്ങനെയുള്ളതെല്ലാം ഒഴിവാക്കുക. ഇനി ആ ഒരു പഠനത്തിൻ്റെ ആ ഒരു രീതിയിലേക്ക് തന്നെ നിങ്ങൾ എത്തുക. കാരണം ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അത് നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യുക കേട്ടോ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി വേണം. അപ്പോൾ 2 ദിവസം ഫിസിക്സ് കഴിഞ്ഞ് ഇനി 7 ദിവസമുണ്ട്. ഈ 7 ദിവസത്തിൽ നിങ്ങളൊരു കാര്യം ചെയ്യാം. 7 ദിവസം ഞാൻ സെക്കൻഡ് ലാംഗ്വേജിന് വിടുന്നില്ല. ബയോളജി ഞാൻ നോക്കിയിട്ട് ഇവിടെ ഒരു 5 ദിവസമുണ്ട്. ആ 7 ദിവസത്തിൽ ഒരു ദിവസം നിങ്ങൾ ബയോളജി എടുക്കുക. ആദ്യത്തെ ഒരു ദിവസം ബയോളജി പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ബയോളജിയുടെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. ബയോളജിയുടെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. അതിൻ്റെ എല്ലാം ആൻസേഴ്സ് ഒന്നെങ്കിൽ എഴുതി വെക്കുക, അല്ലെങ്കിൽ പഠിക്കുക. അതിൻ്റെ ആൻസേഴ്സ് പഠിക്കുക തന്നെ ചെയ്യുക കേട്ടോ. അപ്പോൾ അത് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ ബയോളജി ഏകദേശം ഒന്ന് കവർ ചെയ്യും. അത് പഠിച്ചിട്ട് അത് പഠിക്കുന്നതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ നോട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ ഒരു ദിവസം കൊണ്ട് നിങ്ങളത് ബയോളജി തീർക്കണം. ഈ ഒരു രീതിയിൽ തന്നെ പോവുക കേട്ടോ നിങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞ് ഇനി എത്ര ദിവസമുണ്ട്? 6 ദിവസമുണ്ട്. 6 days. ആ 6 daysൽ അപ്പോൾ ബയോളജി, ഇംഗ്ലീഷും ഫിസിക്സും, ഫിസിക്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇംഗ്ലീഷിന് ഈ ദിവസങ്ങൾ മതി. അത് നിങ്ങൾ മനസ്സിൽ ഓർക്കുക കേട്ടോ. ഇനിയിപ്പോൾ അത് അതിനേക്കാളും കൂടുതൽ ആവശ്യമുണ്ട് എന്നുള്ളവരൊരു കാര്യം ചെയ്യുക, ഈ 2 ദിവസം ഫിസിക്സിൽ ഒന്ന് ഇംഗ്ലീഷും കൂടി ഒന്ന് കയറ്റുക. ഇനി അത് കഴിഞ്ഞിട്ട് ബയോളജി കഴിഞ്ഞ് പാർട്ട് 2 ലാംഗ്വേജിന് ഞാൻ ഈ ഒരു 9 ദിവസം കൊടുക്കുന്നില്ല. അത് നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ പഠിച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളവർ ഈ ബയോളജിയോ ഫിസിക്സോ പഠിക്കാൻ പറ്റാത്ത സമയത്ത് സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുക. ഇനി അത് കഴിഞ്ഞിട്ട്
കഴിഞ്ഞിട്ടുള്ളത് മാത്സും കെമിസ്ട്രിയാണ്. മാത്സും കെമിസ്ട്രിയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ്. മാത്സിനും കെമിസ്ട്രിക്കും നമുക്ക് സ്കോർ ചെയ്യണം, അതിനധികം ദിവസങ്ങൾ കുറവാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇനിയുള്ള 6 ദിവസം ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുക. ഈക്വലായിട്ട് മാത്സിനും കൊടുക്കുക, ഈക്വലായിട്ട് കെമിസ്ട്രിക്കും കൊടുക്കുക. അപ്പം ഇനിയുള്ള 6 ദിവസത്തിൽ ആദ്യത്തെ 3 ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, മീൻസ് എക്സാമിന് തൊട്ട് മുന്നേ ഉള്ള 3 ദിവസം അല്ല, അതിന് മുന്നേ ഉള്ള 3 ദിവസങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മാത്സ് പഠിക്കുക. 3 days മാത്സ് പഠിച്ചു. ആ 3 days മാത്സ് പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, മാക്സിമം ഈ ഒരു മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ മുഴുവൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിൻ്റെ കൂടെ ഓരോ പാഠത്തിൽ നിന്നുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. മാത്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒന്നും പേടിക്കണ്ട. ഞാൻ അതിന് മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വെക്കുന്നുണ്ട്. മീൻസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ ഓരോ പാഠത്തിനും 13 പാഠത്തിൽ നിന്നുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് ഷുവറായിട്ടും ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഒന്നും ടെൻഷൻ അടിക്കുക ഒന്നും വേണ്ട. എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ, ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഈ വീഡിയോസ് എല്ലാം വരുന്നതായിരിക്കും. ഒരു എന്താ പറയുക, ലാഗും ഉണ്ടാവത്തില്ല. ഞാനത് നിങ്ങൾക്ക് ഉറപ്പ് തരുകയാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ആ 3 ദിവസം മാത്സ് പഠിക്കുക. മാത്സ് പഠിക്കുമ്പം ആദ്യം ഞാൻ പറഞ്ഞു, ഇക്വേഷൻസ് ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടാവും കുറേ പേര്. എഴുതി വെക്കാത്തവർ അത് എഴുതുക, എന്നിട്ട് അത് വെച്ചിട്ട് ഇക്വേഷൻസ് വെച്ച് പഠിച്ച് ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാട്ടെ. മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് മറന്നു പോവണ്ട, ചെയ്ത് പഠിക്കുക. അപ്പോൾ ആ 3 ദിവസം മാത്സ് കഴിഞ്ഞാൽ പിന്നെയുള്ള 3 ദിവസം എന്ത് ചെയ്യുക, കെമിസ്ട്രി പഠിക്കുക. അപ്പോൾ ഈ 3 ദിവസം കെമിസ്ട്രിക്ക് കുറവാണ് എന്ന് തോന്നുന്നവർ, കാരണം ഇവിടെ മാത്സ് പഠിക്കാൻ ഇനി ഒരു 3 ദിവസം കിടപ്പുണ്ട് എക്സാമിൻ്റെ ഇടയ്ക്ക്. അപ്പം നമ്മൾ നന്നായിട്ട് പഠിക്കും ഒന്നും കൂടെ മാത്സ്. അപ്പോൾ ഈ 3 ദിവസം മാത്സിന് വേണ്ട എന്ന് തോന്നുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 3 ദിവസത്തിൽ നിന്ന് ഒരു ദിവസം കെമിസ്ട്രിയിലേക്ക് കടമെടുക്കുക. അപ്പോൾ ഇവിടെ 4 ആവും, ഇവിടെ 2 ആവും. ഓക്കെ ആണോ? ഇനി അത് ആവശ്യമില്ല എന്ന് തോന്നുന്നവർ ഇങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പം 2 ദിവസം മാത്സ്, 4 ദിവസം എന്ത് ചെയ്യുക, കെമിസ്ട്രി. ആ 4 ദിവസം കെമിസ്ട്രി പഠിക്കുമ്പം നിങ്ങൾ അത്രയും ടെൻഷനിൽ തന്നെ പഠിക്കണം. കാരണം നമ്മൾ ആ ടെൻഷനിൽ പഠിച്ചാലേ നമുക്ക് നല്ല സ്പീഡിലും നല്ല എളുപ്പത്തിലും പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾ എന്താ പറയുക, ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല എന്ന ടെൻഷനിലല്ല പഠിക്കേണ്ടത്. എക്സാം ആയി, ഇനി അടുത്ത എക്സാം ഇത് പഠിച്ചു കഴിഞ്ഞാൽ നേരെ എക്സാം പോയി എഴുതണം. അപ്പോൾ ആ എക്സാമിൽ എന്ത് എഴുതി വെക്കുന്നു അതിനനുസരിച്ചിട്ട് എനിക്ക് കിട്ടത്തുള്ളൂ. ഞാൻ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതല്ല, എക്സാമിന് ഞാൻ എന്ത് എഴുതുന്നു അതനുസരിച്ച് എനിക്ക് കിട്ടത്തുള്ളൂ. അപ്പം എക്സാമിന് എന്തെങ്കിലും എഴുതാൻ കിട്ടണമെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. അപ്പം അത് വിചാരിച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, 4 ദിവസം കെമിസ്ട്രി നല്ല വെള്ളം പോലെ പഠിക്കാം കേട്ടോ. കെമിസ്ട്രി വെള്ളം കലർത്താണ്ട് വെള്ളം പോലെ അങ്ങ് പഠിച്ചോളുക. ഒരു ടെൻഷനും വിചാരിക്കേണ്ട. എല്ലാവരും, നിങ്ങളുടെ പാരൻസും നിങ്ങളുടെ സിബ്ലിങ്സും എല്ലാവരും നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ നാട്ടുകാരെല്ലാവരും നിങ്ങളുടെ കൂടെയുണ്ട്. +2 കുട്ടികളുടെ എക്സാം, SSLC കുട്ടികളുടെ എക്സാം, +1 കുട്ടികളുടെ എക്സാം, അതൊക്കെയാണ് ഇപ്പോൾ ഓരോരുത്തരും ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിനനുസരിച്ച് നമുക്ക് റിസൾട്ട് കൊടുക്കണം. നല്ല ഉഷാറായിട്ട് നല്ല ഹാപ്പി ആയിട്ട് പഠിക്കണം കേട്ടോ. അപ്പം ഈ ഒരു 4 ദിവസം കെമിസ്ട്രി പഠിച്ചു കഴിഞ്ഞാൽ നേരെ പോയി നിങ്ങൾ എക്സാം എഴുതുകയാണ്. April 1 കെമിസ്ട്രി, അത് കഴിഞ്ഞ് April 5 മാത്സ്. അപ്പം മാത്സിൻ്റെ ഇടയ്ക്ക് 3 ദിവസം, ആ 3 ദിവസം നിങ്ങൾ മാത്സ് മാത്രം പഠിക്കുക. മാത്സ് നന്നായിട്ട് പഠിക്കുക. അത് കഴിഞ്ഞ് സെക്കൻഡ് ലാംഗ്വേജിന് 1 ദിവസമുണ്ട്. അപ്പോൾ ആ സെക്കൻഡ് ലാംഗ്വേജിന് 1 ദിവസം നിങ്ങൾ നന്നായിട്ട് ചെയ്യണം കേട്ടോ. കാരണം രാവിലെയാണ് എക്സാം ഉള്ളത്. അപ്പോൾ മാത്സിൻ്റെ എക്സാം രാവിലെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് തന്നെ നിങ്ങൾ സെക്കൻഡ് ലാംഗ്വേജ് തുടങ്ങണം. കാരണം ഇവിടെയൊന്നും നമ്മൾ സെക്കൻഡ് ലാംഗ്വേജ് പഠിച്ചിട്ടില്ല. സോ സമയം കുറവാണ്. ഇച്ചിരി പ്രശ്നമുള്ളവർ സമയം എടുത്ത് തന്നെ അത് പഠിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ആവശ്യമുള്ളവർ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ദിവസം സെക്കൻഡ് ലാംഗ്വേജിന് കൊടുക്കുക. അത് കഴിഞ്ഞ് പിന്നെ പാർട്ട് 2 സെക്കൻഡ് ലാംഗ്വേജ് കഴിഞ്ഞാൽ പിന്നെ 5 ദിവസമുണ്ട് ബയോളജിക്ക്. ആ 5 ദിവസം ബയോളജി നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. ഇവിടെ നമ്മൾ ഓൾറെഡി മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം നോക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആൻസറൊക്കെ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കിയിട്ടുണ്ട്. സോ പഠിക്കാനുള്ളതും പഠിച്ചതും ഒന്നും കൂടി റിവൈസ് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുക. അതനുസരിച്ച് തന്നെ മുന്നോട്ട് പോവാട്ടോ. അത് കഴിഞ്ഞ് ബയോളജി കഴിഞ്ഞാൽ പിന്നെ ഇംഗ്ലീഷിന് 9 ദിവസമുണ്ട്. ഫിസിക്സിന് 2 ദിവസം. മീൻസ് ഫിസിക്സും ഇംഗ്ലീഷും കൂടെ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഈ 9 ദിവസത്തിൽ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു കൂടുതൽ ദിവസം ഫിസിക്സിന് കൊടുക്കാം. കാരണം ഇംഗ്ലീഷിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഫിസിക്സ് ആണ് കുറേ അധികം ഭയങ്കര വാസ്റ്റായിട്ട് പഠിക്കാനുള്ളത് ഫിസിക്സ് ആണ്. സോ നിങ്ങൾ ഈ 9 ദിവസം വൈസായിട്ട് നിങ്ങൾക്ക് ബെറ്ററായിട്ട് നിങ്ങൾക്ക് കംഫർട്ടായിട്ട് തോന്നുന്ന രീതിയിൽ ഈ 9ഉം 2ഉം 11 ദിവസത്തിനെ ക്രമീകരിക്കുക. അപ്പം ആ ഒരു സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പം ഇംഗ്ലീഷ് ഫിസിക്സും
മീൻസ് ഇംഗ്ലീഷിൻ്റെ കൂടെ ആദ്യത്തെ 3 ദിവസം ഈ 9 ദിവസം പഠിക്കുമ്പോൾ ഉണ്ടല്ലോ, ബയോളജി കഴിഞ്ഞ പാടെയുള്ള 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം ഫിസിക്സ് പഠിക്കാൻ എടുക്കുക. ആ ഒരു ഇംഗ്ലീഷിൻ്റെ എക്സാമിന് ഏപ്രിൽ 23 തൊട്ട് മുന്നേ ഉള്ള ദിവസങ്ങൾ നിങ്ങൾ ഫിസിക്സ് പഠിക്കാൻ വെച്ചേക്കരുത്. ഏപ്രിൽ 23 മുന്നേ ഉള്ള ഒരു 3 ദിവസം നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചിരിക്കണം. ആ 3 കഴിഞ്ഞ് പിന്നെ ഒരു 6 ദിവസം ഉണ്ട്, 6 ദിവസം നിങ്ങൾ ഫിസിക്സ് പഠിച്ചിരിക്കണം. അത് കഴിഞ്ഞ് പിന്നെ ഒരു 2 ദിവസം ഫിസിക്സിനുണ്ട്. അപ്പോൾ ആവശ്യത്തിലധികം സമയമുണ്ട് നിങ്ങൾക്ക്. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ഒരു ടൈം ടേബിൾ നല്ല ബെസ്റ്റ് ടൈം ടേബിളാണ്. ഈ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ ഏപ്രിൽ 26 നിങ്ങൾക്ക് എക്സാം തീരും, നിങ്ങളുടെ +2 ലൈഫ് തീരും. മീൻസ് നിങ്ങളുടെ ടെൻഷൻസും നിങ്ങളുടെ പേടിയും എല്ലാം മാറും. അപ്പം ഈ ഒരു ഡേറ്റ് മാറാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എക്സാം മാറ്റി വെക്കാണ്ടിരിക്കാൻ, ഇടയ്ക്ക് ഒരു പ്രശ്നമൊന്നും വരാണ്ട് എക്സാം മാറ്റി വെക്കാണ്ടിരിക്കാനായിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പം നല്ല ഉഷാറായിട്ട്, നല്ല ഹാപ്പി ആയിട്ട്, നല്ല കോൺഫിഡൻ്റ് ആയിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ കിട്ടും.